സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ അന്ത്യശാസനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന് സർക്കുലർ കൊടും ചതിയുടെ ഭാഗമെന്നും തള്ളിക്കളയുന്നുവെന്നും എതിർവിഭാഗം. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്ന അന്ത്യശാസനവുമായാണ് എറണാകുളം അങ്കമാലി അതിരൂപത സർക്കുലർ പുറത്തിറക്കിയത്. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് ജൂലൈ 3 മുൻപ് സത്യവാങ്മൂലം നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. നടപടി നേരിടുന്ന വൈദികർ നടത്തുന്ന വിവാഹങ്ങൾ അസാധുവാകും. ഈ സർക്കുലർ അടുത്ത ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ സിറോ മലബാർ സഭ അധ്യക്ഷന്റെ സർക്കുലർ എതിർവിഭാഗം വൈദികർ തള്ളി. സർക്കുലർ കൊടും ചതിയുടെ ഭാഗമാണെന്നും മാർപ്പാപ്പ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് സർക്കുലറെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ തള്ളിക്കളയുകയാണ്. കാരണം റോമിൽ വെച്ച് മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റ് സിനഡ് അംഗങ്ങളോടും പറഞ്ഞത് നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങളുടെ സിനഡ് എടുക്കട്ടെ എന്നാണ്. ആ സിനഡ് എടുക്കാനായിട്ടുള്ള സിനഡ് ജൂൺ 14 തീയതിയാണ് കൂടാനിരിക്കുന്നത്. 14 തീയതി സിനഡ് നടക്കാനിരിക്കെ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത് എന്തിനെന്നാണ് എതിർവിഭാഗം ചോദിക്കുന്നത്. എതിർവിഭാഗത്തിന്റെ യോഗത്തിന് ശേഷം വിഷയത്തിൽ കൂടുതൽ പ്രതികരണമുണ്ടാകും. കൈരളി ന്യൂസ്, കൊച്ചി.